യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് 4-ാമത്തെ വെള്ളിയാണ് സെൻറ്റ് ജോസഫ് ഫ്രൈഡേ. ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹവും പ്രത്യേകിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന ദിവസമാണ്. ഇന്നലെ ക്രിസ്തുമസ് ആയിരുന്നു. നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും സെൻറ്റ് ജോസഫിനെക്കുറിച്ചൊക്കെ ഒത്തിരി ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു, ചിന്തിച്ചു. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഔസേപിതാവിൻ്റെ മാധ്യസ്ഥയിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. മറക്കരുത്, ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിൽ ഔസേപിതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയുടെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കും. തീർച്ചയായിട്ടും ഔസേപിതാവ് ഈശോയോട് ചോദിച്ചാൽ കൊടുക്കും. എന്താ കാര്യം എന്നറിയാമോ? ഉണ്ണിയായപ്പോൾ മുതൽ ഔസേപിതാവിൻ്റെ മരണം വരെ ഈശോയെ ഏറ്റവും സ്നേഹിച്ച പരിശുദ്ധ അമ്മ, അതിനുശേഷം ഔസേപിതാവാണ്. ഇപ്പോൾ ഔസേപിതാവ് ഈശോയുടെ അരികിലുണ്ട്. ഇന്നത്തെ പ്രത്യേക രോഗികൾക്ക് ഉള്ള പ്രാർത്ഥനയും കുടുംബജീവൻ നയിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും ആ നിയോഗമൊക്കെ നമുക്ക് ഔസേപിതാവിൻ്റെ മധ്യസ്ഥയിൽ പറയാം. ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഈ വാക്യത്തെ പേടകത്തിലേക്ക് സമർപ്പിച്ചോളൂ കേട്ടോ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഔസേപിതാവ് ഈശോയെ നമുക്കതെല്ലാം വാങ്ങിത്തരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പ്രത്യേക ശുശ്രൂഷയിൽ നിങ്ങൾ ഗാകുൽത്തായ്ക്ക് കടന്നു വരണം. നവതിയല്ലേ, നിങ്ങളെല്ലാവരും ഗാകുൽത്തായ്ക്ക് വരണം കേട്ടോ. നമുക്ക് ഗാകുൽത്തായിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കാം. ഇനി ഗാകുൽത്തയിൽ വരാൻ പറ്റാത്ത മക്കളാണെങ്കിൽ ഓൺലൈനിലൂടെയും സൂമിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം കാണണം. അങ്ങനെ കാണുന്ന മക്കൾക്കും വേണ്ടി അച്ഛൻ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ.